ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. ഇന്ന് ഞാനൊരു വെറൈറ്റി പടമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഒരു സോംബി പടം. സോംബി പടം എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്ന സോംബി പടമല്ല. ഈ പടത്തില് നായകനാണ് സോംബി. അതായത് ഒരു സോംബി ഡിറ്റക്റ്റീവ് ആയാൽ എങ്ങനെയുണ്ടാവും, അതാണ് സിനിമ. ഈ ഫിലിം കംപ്ലീറ്റ് കോമഡിയാണ്. ഈ പടത്തിലെ ചില സീനുകളിൽ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ പോലും നമുക്ക് ചിരി വന്നേക്കാം. ഞാൻ ഈ പടത്തെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ മലയാള എക്സ്പ്ലനേഷൻസ് ഓൾറെഡി യൂട്യൂബിൽ വേറെ കിടക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഈ പടം അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എന്റെ രീതിയിൽ ഇതൊന്ന് ചെയ്യാൻ വിചാരിച്ച്. സുഹൃത്തുക്കളെ, ഞാനിവിടെ തുടങ്ങി വെക്കുന്നത് 2020 ഇറങ്ങിയ സോംബി ഡിറ്റക്റ്റീവ് എന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു സോംബി ചങ്കലൊക്കെ പൊട്ടിച്ച് ഒരു പെണ്ണിനെ തിന്നാൻ വരാണ്. ആ പെണ്ണാണെങ്കിൽ ഈ സോംബിനെ കണ്ടിട്ട് നിലവിളിക്കുന്നുണ്ട്. ഇവര് വേറെ ആരുമല്ല, ഇതാണ് നായകനും നായികയും. അവിടെ സിനിമയുടെ ടൈറ്റിലിട്ട് സിനിമ തുടങ്ങി വെക്കാണ്. ആദ്യത്തെ സീനിൽ കാണിക്കുന്നത് ഒരു ട്രക്ക് നിറയെ മെഡിക്കൽ വേസ്റ്റ് ആയിട്ട് രണ്ടാൾക്കാര് ആളില്ലാത്തൊരു സ്ഥലത്ത്, അത് മുഴുവൻ തട്ടാണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു വീപ്പയില് എന്തോ ഒരു ലിക്വിഡ് അതവര് ആ ഒരു സ്ഥലത്ത് ഒഴുക്കിക്കളയാണ്. ഇപ്പൊ ഒരു സംഭവം കാണിക്കാണ്. ആ ഒരു ലിക്വിഡ് ഒഴുകി പോകുന്ന സ്ഥലത്തെ പൂവും ചെടിയെല്ലാം വാടിക്കരിഞ്ഞ് പോവാണ്. പിറ്റേ ദിവസം ന്യൂസ് ചാനല് ഇതെല്ലാം വാർത്തയാവുകയാണ്. 4 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു മെഡിക്കൽ വേസ്റ്റ് തട്ടിയതിന് 2 ഹോസ്പിറ്റൽ ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഇപ്പൊ മിസ്സിംഗ് ആണ്. അയാളെ പോലീസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ഈ ന്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. ഇയാളാണ് വില്ലൻ എന്നാണ് തോന്നണത്. അടുത്ത സീനിൽ ആ ഒരു മെഡിക്കൽ വേസ്റ്റ് എല്ലാം കൊണ്ട് ഈ വേസ്റ്റ് എല്ലാം തട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് തട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പോ ഈ കാക്കകളാണെങ്കിൽ ഈ വേസ്റ്റിന്റെ ഉള്ളിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അറിയാനായിട്ട്. അപ്പോ ആ ഒരു വേസ്റ്റിന്റെ എല്ലാം ഉള്ളിൽ ഒരു മനുഷ്യന്റെ കണ്ണ് കാണാണ്. ഒരു കാക്ക ആ ഒരു കണ്ണിൽ കൊത്താൻ നോക്കുന്ന സമയത്ത് ഒരു കൈ ആ ഒരു വേസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വന്ന് ആ കാക്കേനെ പിടിക്കുകയാണ്. അന്നേരം ആ ഒരു വേസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് അയാൾ എഴുന്നേക്കാണ്. ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. അവനൊന്നും ഓർമ്മയില്ല, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. താനിപ്പോ പരലോകത്താണോന്നെല്ലാം അവൻ ചിന്തിക്കുന്നുണ്ട്. അവന്റെ ദേഹത്താകെ മുറിവുകളാണ്. പുള്ളി അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുമ്പോൾ അവന്റെ ദേഹത്തുള്ള മുറിവുകളിലൂടെ ഈ പുകയെല്ലാം പുറത്തേക്ക് പോവാണ്. ഇതെന്താ സംഭവം എന്ന് അവന് മനസ്സിലാവുന്നില്ല. ആ വേസ്റ്റിൽ കിടക്കുന്ന ഒരു പൊട്ടിയ കണ്ണാടി അവന്റെ ശ്രദ്ധയിൽ പെടാണ്. അവൻ അതെടുത്ത് അവന്റെ ഫേസ് നോക്കുമ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോവാണ്. അവന്റെ മുഖം വിചിത്രമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അന്നേരം അവൻ അംഗീകരിക്കാൻ പറ്റാത്ത ആ ഒരു യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കാണ്. താൻ ഒരു സോംബിയായി മാറിയിരിക്കുന്നു. അവൻ അവനോട് തന്നെ ചോദിക്കാണ്, എനിക്കിപ്പോ വേദനയൊന്നും അറിയാൻ കഴിയുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, പകരം ബൂ ബൂന്ന് അങ്ങനെ ഒരു ശബ്ദമാണ് വരുന്നത്. അവനൊന്നും മനസ്സിലാവുന്നില്ല. അവനാകെ തരിച്ചു നിൽക്കാണ്. അങ്ങനെ അന്ന് രാത്രിയായി. അവൻ ആ ഒരു മലയിന്ന് താഴേക്ക്, അതായത് സിറ്റിയിലേക്ക് വരാനായിട്ട് നോക്കാണ്. തളർവാദം പിടിച്ച പോലെ പുള്ളി ഇങ്ങനെ പമ്മി ഇങ്ങനെ നടക്കാണ്. അന്നേരം പുള്ളിയുടെ മനസ്സിലൂടെ 100 കാര്യങ്ങളാണ് കടന്നു പോണത്. പുള്ളി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സിറ്റിയിൽ എന്തോ നടക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ലോകാവസാനം, അല്ലെങ്കിൽ സോംബി വൈറസ്. എന്തെങ്കിലും അറിയണമെങ്കിൽ പെട്ടെന്ന് സിറ്റിയിൽ എത്തിയേ മതിയാവും. ഇപ്പൊ അവൻ സ്വയം പറയാണ്, ദൈവമേ, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് പോണെങ്കിൽ പോലും ആമ നടക്കുന്ന പോലെയാണല്ലോ നടക്കണത്. ഇതെന്താ ഇങ്ങനെ? ഇതുപോലെ നടന്നിട്ട് ഞാൻ ഇനി എപ്പ എത്താനാ? അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായികനെ കാണിക്കുകയാണ്. അവളൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. പുള്ളിക്കാരത്തി ഇപ്പോ സാന്റ എന്ന് പറയുന്ന ഒരു കിഡ്നാപ്പർ, ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുള്ളിക്കാരനാണ്. ഇവള് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അയാളെ തപ്പി ഇപ്പൊ ഒരു സ്ഥലത്തെത്തിയേക്കാണ്. ഇവൾ എത്തിയേക്കുന്ന ഈ സ്ഥലത്താണെങ്കിൽ അയാളുടെ ആ ഒരു വീടിന് പുറകില് പെൺകുട്ടികളുടെ ഡ്രസ്സ് എല്ലാം കിടക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ അയാൾ അവിടെ ഒറ്റയ്ക്കാണ് താമസവും. അയാളുടെ ഫേസ് കട്ടും ആ ഒരു രേഖാചിത്രത്തിനോട് സാമ്യമുള്ളതാണ്. അങ്ങനെ അവൾ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു കോള് വരികയാണ്. പുള്ളിക്കാരത്തെ അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവളുടെ ആ ഫോൺ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ആ ഗേറ്റിനപ്പുറത്തേക്ക് വീഴാണ്. അതേസമയം തന്നെ അവള് സാന്റ ആണെന്ന് കരുതപ്പെടുന്ന ആ ഒരാള് അവിടേക്ക് വരാണ്. അയാളുടെ കയ്യിൽ ആ ഫോൺ കിട്ടുന്നുണ്ട്. ഇപ്പൊ അവളുടെ കയ്യിൽ ക്യാമറ കാണുന്ന അയാള് അവളുടെ അത് പിടിച്ചു വാങ്ങാൻ നോക്കാണ്. ഇന്നേരം അവളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ച് അയാളെ തള്ളിയിട്ടിട്ട് അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ച് അവിടുന്ന് സ്കൂട്ടാവാണ്. ഇപ്പൊ അയാള് അയാളുടെ പട്ടീനെ തുറന്നുവിടാണ്. ആ പട്ടി ഇവരെ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഓടി വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ വണ്ടിയുടെ കീയും കാണാനില്ല. ഇതേ സമയം ഒരു പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞ് വരുന്ന കാണിക്കുന്നുണ്ട്. അത് ഇവളുടെ ഒരു ഫ്രണ്ടാണ്. അവനിവിടെ എത്തുമ്പോൾ അവിടെ ആരും കാണാനില്ല. നോക്കുമ്പോൾ ഒരു കൊട്ടയുടെ അടിയിൽ നിന്ന് ആ പട്ടി അവളുടെ ജാക്കറ്റ് കടിച്ചു വലിക്കുന്നുണ്ട്. ഈ പോലീസുകാരൻ ചെന്നിട്ട് ആ പട്ടീനെ കയ്യിലെടുക്കാണ്. അങ്ങനെ ഈ പോലീസുകാരൻ അവരെ രണ്ടാളെ സേഫ് ആക്കി ആ ഒരു കിഡ്നാപ്പർ, അതായത് സാന്റയാണെന്ന് സംശയിക്കപ്പെടുന്ന ആ ഒരാളെ അയാളെ പിടിച്ചോണ്ട് വരാണ്. പക്ഷെ ഈ പോലീസുകാരൻ എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ ഇയാള് ആ ഒരു കിഡ്നാപ്പ് നടക്കുന്ന സമയത്ത് ഈ രാജ്യത്തേ ഇല്ല. പക്ഷെ ഇവിടുന്ന് കിട്ടിയ തെളിവുകളും കിട്ടിയ ഇൻഫോർമേഷൻസും വെച്ച് ഇവൻ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അബ്യൂസ് ചെയ്യുന്ന ഒരു ക്രിമിനൽ തന്നെയാണ്. ഇവർ അന്വേഷിക്കുന്ന ആളല്ലാന്നേ ഉള്ളൂ. അങ്ങനെ അയാൾ അവർ അറസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ നമ്മുടെ നായിക ഒരൊറ്റ കിക്കില് അവന്റെ എഞ്ചിൻ ഓഫ് ചെയ്തളയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ
നായകനെ കാണിക്കാണ്. അവൻ ഇപ്പോഴും ആ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുയല് അവന്റെ അടുത്തേക്കൂടെ പോകുന്നുണ്ടാവും. അവനാണെങ്കിൽ നല്ല പോലെ വിശക്കുന്നുണ്ട്. ഇപ്പോ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ആ ഒരു മുയലിനെ പിടിക്കാനായിട്ട് പോവാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ബോധം കെട്ട് താഴെ വീഴാണ്. ബോധം വരുമ്പോ അവന്റെ വായിലും കൈയുമെല്ലാം ആകെ ചോരയാണ്. പുള്ളിക്കാരൻ ആ ഒരു ജീവനുള്ള മുയലിനെ അങ്ങനെ പിടിച്ച് തിന്നൂന്ന് അവൻ തിരിച്ചറിയുമ്പോ അവൻ ആകെ സങ്കടാവും. അവൻ തിരിച്ചറിയാണ്, ഞാൻ മുഴുവനായിട്ടും ഒരു സോംബിയായി മാറിയിരിക്കുന്നു, എനിക്കിനി മനുഷ്യനാവാനായിട്ട് പറ്റില്ല. അങ്ങനെ അവൻ ആ ഒരു മനോസങ്കടം കൊണ്ട് ഒരു കൊക്കയുടെ മേളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നായകൻ ആ ഒരു കൊക്കയുടെ താഴെ ഒരു പാറമേലടിച്ച് കിടക്കുന്നുണ്ട്. അവന്റെ കാലും കൈയും തലയെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കണ്ണ് രണ്ടും ഇപ്പോഴും ചിമ്മുന്നുണ്ട്. അവന് ബോധമുണ്ട്. അപ്പൊ അവൻ തിരിച്ചറിയാണ് അവന് മരിക്കാനും പറ്റില്ല. ഇപ്പൊ അവൻ മനസ്സുകൊണ്ട് പറയാണ്, തേഞ്ഞ് എനിക്ക് ചാവാനും പറ്റില്ല, അതായത് ഞാനാണ് ജീവിക്കുന്ന ശവം, അതായത് ഒരു സോംബി. അവിടുന്ന് കെട്ടിയത് നായികനെ കാണിക്കാണ്. അവള് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്ന നേരമാണ് അവൾ ശ്രദ്ധിക്കണത് അവളുടെ ഫോൺ കാണാനില്ല. അത് അവളുടെ ജാക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. ആ ജാക്കറ്റ് ആണെങ്കിൽ ആ ഒരു പട്ടി കടിച്ചു വലിച്ചെടുക്കുകയും ചെയ്തു. അപ്പോ ആ ഒരു പട്ടിയുള്ള സ്ഥലത്താണ് അവളുടെ ഫോൺ പോയേക്കണത്. അങ്ങനെ അവൾ ആ ഒരു ഫോൺ തപ്പി അങ്ങോട്ടേക്ക് തിരിച്ചു പോവാണ്. ഇതേ സമയം നമ്മുടെ നായകനായിട്ടുള്ള സോംബി അവൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ നായകൻ ഒരു സോംബി ആയതുകൊണ്ട് തന്നെ അവനെ കണ്ടിട്ട് ആ പട്ടിയടക്കം പേടിച്ചോടെയാണ്. ഇന്നേരം അവിടെ കിടക്കുന്ന നായികയുടെ ആ ഒരു ഹൂഡി അത് അവന്റെ കണ്ണിൽ പെടാണ്. പുള്ളി അപ്പൊ തന്നെ അവന്റെ ചോരക്കറ പോരേണ്ട ആ ഒരു കോട്ടെല്ലാം മാറ്റിയിട്ട് ആ ഒരു ഹൂഡി എടുത്ത് ഇടാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നായിക അവളുടെ ഫോൺ അന്വേഷിച്ച് അവിടേക്ക് എത്തുമ്പോൾ അവളെ കണ്ടിട്ട് പുള്ളിക്കാരൻ ആ ഒരു മതിലിന്റെ മറയിൽ ഒളിഞ്ഞിരിക്കാണ്. പക്ഷെ നമ്മുടെ നായിക അവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവള് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായകനാണെങ്കിൽ പുള്ളിക്കാരൻ അവള് കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് വേഗം സ്കൂട്ടാവാൻ നോക്കും. പക്ഷെ പുള്ളിക്കാരൻ എത്ര വേഗത്തിൽ പോവാൻ നോക്കിയാലും മെഴിഞ്ഞു പോകുന്ന പോലെ പുള്ളിക്ക് പോവാൻ പറ്റുള്ളൂ. ഇപ്പൊ അവളാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ചേട്ടാ ആ ജാക്കറ്റ് എന്റെ ആണ്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, അത് നിങ്ങൾ തന്നെ വെച്ചോ, എനിക്ക് അതിലുള്ള എന്റെ മൊബൈൽ മാത്രം മതി എന്ന് പറയാണ്. അവളാണെങ്കിൽ ഇവനൊരു സോംബി ആണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ മുഖം അവൾ കണ്ടിട്ടില്ല. ഇവനൊരു കുടിയനാണെന്ന് അവള് തെറ്റിദ്ധരിക്കുകയാണ്. അവനാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് ആ ഒരു ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ അവന്റെ കൈയെല്ലാം പതിയാണ് നീങ്ങണത്. ഇന്നേരം നമ്മുടെ നായിക കുഴപ്പമില്ല ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് അവളുടെ ഫോൺ എടുക്കാണ്. ഇപ്പൊ ഒരു സംഭവം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യ മാംസത്തിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഇവൻ ഇവളെ തിന്നാൻ പോവാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോവാൻ നേരം അവളുടെ കയ്യിലുള്ള പൈസ അവന് കൊടുക്കാണ്. എന്നിട്ട് പറയും, ചേട്ടാ നിങ്ങൾ ആദ്യം പോയി ഒന്ന് കുളിക്കി, എന്നിട്ട് പറ്റുമെങ്കിൽ നേടി കുടി ഒന്ന് ഒഴിവാക്കെന്ന് പറഞ്ഞ് അവൾ ഉപദേശിക്കുകയാണ്. ഇപ്പൊ അവള് പോയി കഴിയുമ്പോ ഇവൻ വിചാരിക്കുകയാണ്, അയ്യോ ഞാനിപ്പോ ഒരു മനുഷ്യനല്ല തിന്നാൻ പോയെന്ന്, ഇങ്ങനെ ഇനി നടക്കാതിരിക്കണമെങ്കിൽ എന്റെ വയറ്റിലേക്ക് വേറെ എന്തെങ്കിലും കുത്തിക്കയറ്റിയേ മതിയാവും. അങ്ങനെ അവൻ പിറ്റേന്ന് ഒരു മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പുള്ളിയുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ആ മരത്തിലെ കിളിക്കൂടില് 2 മുട്ട ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയും കല്ലെറിഞ്ഞ് വീഴ്ത്തി അത് തിന്നാനാണ് പ്ലാൻ. അങ്ങനെ പുള്ളി ഒരു കല്ലെടുത്തിട്ട് കിളീനോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഒരേ ഒരു മുട്ടയെ ഞാൻ എടുക്കുന്നുള്ളൂ, എനിക്ക് വിശപ്പ് മാറ്റാൻ വേറെ ഒരു വഴിയില്ലാത്തോണ്ടാണ്. പുള്ളി ഒരു സോംബി ആണെങ്കിലും അവനൊരു ലോലഹൃദയനാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവാണ്. പക്ഷെ പുള്ളി എങ്ങനെയൊക്കെ എറിഞ്ഞിട്ടും അവന്റെ കയ്യിലിരിക്കുന്ന കല്ല് ഒരു ഇഞ്ച് പോലും നീങ്ങുന്നില്ല. ഇതെന്തൊരു തൊലിഞ്ഞ സോംബിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കുന്ന നേരം അവിടെ അവന്റെ ബോധം പോവാണ്. പിന്നീട് ബോധം വരുമ്പോ ഏതോ ഒരു ഗുഹയില് വായിലും കയ്യിലൊക്കെ ചോരയിട്ട് അവൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പുള്ളി പിന്നെയും വേറെ എന്തിനോ പിടിച്ചു തിന്നു. അവന്റെ അടുത്ത് തന്നെ ഒരു നോട്ടീസ് അവൻ കാണാണ്. അതിലെന്താന്ന് വെച്ചാല് കുടൽമാല സൂപ്പ്, അതിന്റെ പരസ്യമാണത്. പുള്ളി അതിൽ നോക്കിയിട്ട് വെള്ളാർക്കാണ്. അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും നായികനെ കാണിക്കാണ്. അവളാണെങ്കിൽ ആ ഒരു സാന്റ എന്ന് പറഞ്ഞ കിഡ്നാപ്പർ അതിന്റെ പുറകിലാണ് ഇപ്പോഴും. ഇപ്പൊ അവളുടെ അനീത്തിനോട് നമ്മുടെ നായകനെ കണ്ട കാര്യം പറയാണ്, ഞാൻ ഇന്നൊരു കുടിയനെ കണ്ടു, അയാൾക്ക് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശും പിന്നെ നമ്മുടെ പ്രാന്തി ചേച്ചിയുടെ ജാക്കറ്റ് എടുത്ത് കൊടുത്തു. ഇതേ സമയം അവളുടെ ചേച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. നീ എന്റെ നിന്ന് വാങ്ങിച്ച കാശപ്പഴ തിരിച്ചു തരാന്ന് വെച്ചുകൊണ്ട്. ഇവൾക്കാണെങ്കിൽ കുറച്ച് ദാനധർമ്മം കൂടുതലുമാണ്. മാത്രമല്ല കിട്ടുന്ന കാശ് മുഴുവൻ ഇതുപോലെ ഓരോ വള്ളി കേസുകൾ ഉണ്ടാക്കി അതിന്റെ സെറ്റിൽമെന്റിന് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇവൾ എന്തിന്റെ പുറകെ പോയാലും അതൊരു പ്രശ്നമായിട്ട് തീരാറാണ് പതിവ്. കട്ട് ചെയ്ത് ഒരു തടിയനെ കാണിക്കുകയാണ്. പുള്ളി ഒരു ഡിറ്റക്റ്റീവ് ആണെന്നാണ് പറയണത്. അവൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് ഡെലിവറി ചെയ്യാൻ വന്ന പയ്യനെ, നീ എന്റെ കൂടെ നിന്നാല് നിനക്ക് ഞാൻ ഫ്രീഡം തരാം, അത് തരാം ഇത് തരാം എന്നെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവൻ ഇയാളുടെ അസിസ്റ്റന്റ് ആക്കിയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ നായകനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു സ്ഥലത്ത് കുറെ നാളായിട്ട് അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു സ്ഥലത്ത് കയറി പറ്റിയൊക്കെയാണ്. പുള്ളി ഇപ്പോ ഒരു സോംബി പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മനുഷ്യര് സോംബികളെ നിസാരമായിട്ട് കൊന്നുകളയുന്ന കണ്ടിട്ട് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പുള്ളി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, സോംബികളെല്ലാം എത്ര പാവങ്ങളാ, അവരൊക്കെ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ മരിച്ചുപോയി. മനുഷ്യന്മാരെല്ലാം ക്രൂരന്മാരാണ്. അവരുടെ കൈകൊണ്ട് ചാവാതിരിക്കണമെങ്കിൽ മനുഷ്യരെ പോലെ ആയേ മതിയാവൂ. മനുഷ്യരുടെ പോലെ നടക്കണം, മനുഷ്യരുടെ പോലെ തിന്നണം, മനുഷ്യരുടെ പോലെ സംസാരിക്കണം, എങ്കിൽ മാത്രമേ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ. അങ്ങനെ അവൻ മനുഷ്യരെ പോലെ ആവാനുള്ള ശ്രമം തുടങ്ങാണ്. ആദ്യം തന്നെ ഈ നടത്തം മാറ്റണം. അങ്ങനെ പുള്ളിക്കാരൻ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാണ്. ട്രെഡ്മില്ലിൽ കയറി ഓടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് മരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വടി വായിൽ വെച്ച് മനുഷ്യരെ പോലെ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റിക്ക് കയ്യിലെടുത്ത്
മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മനുഷ്യരെ പോലെ ഒരു കല്ലെടുത്ത് ഉന്നം പിടിച്ചെറിയാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലെല്ലാം വ്യർത്ഥമാണെങ്കിലും പതിയെ അവൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാണ്. കാലങ്ങൾ ഓരോന്നും കടന്നുപോയി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അവന്റെ പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടായി. ഇപ്പോ നമ്മുടെ സോംബിക്ക് വേഗത്തിൽ ഓടാനായിട്ട് കഴിയും. മനുഷ്യരെ പോലെ വേഗത്തിൽ കഴിക്കാനായിട്ട് പറ്റും. സംസാരിക്കല് പോയിട്ട് എന്തിന് പുള്ളി ഒരു റാപ്പ് സോങ് തന്നെ പാടുന്നുണ്ട്. അങ്ങനെ അവസാനം പുള്ളി ആദ്യമായിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോ ആ ഒരു കിളിക്കോടിന് കൊണ്ടില്ലല്ലോ. ആ ഒരു കിളിക്കോടുമയ്ക്ക് ഒരു കല്ലെടുത്ത് ഉന്നം പിടിച്ചെറിയാണ്. ഫൈനലി അതും വിജയിക്കാണ്. പുള്ളി സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നുണ്ട്. അവൻ മനസ്സിലിങ്ങനെ പറയാണ്, ഏതൊരു ജീവജാലവും പ്രകൃതിയോട് ഇണങ്ങുന്ന പോലെ ഞാനും വേഗത്തിൽ തന്നെ പ്രകൃതിയോട് ചേർന്നു. അവിടെ വെച്ച് ഈ സീരീസിന്റെ ആദ്യ എപ്പിസോഡ് അവസാനിക്കാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. പിന്നെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തോ. അപ്പൊ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വരുന്നവരേക്കും അന്നാര സുമനാര. ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ്. കാണുന്നതന്നെ വലിയ കാര്യം എന്നല്ല ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ ജീവിതം ചിങ്കാലാല.